കരിയർ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. അവൾ ആ സമയത്ത് +1 കൊമേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ കുട്ടി ഓൾറെഡി CMA എടുക്കണം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ CMA പഠിക്കാനാണ് ആഗ്രഹം എന്ന് കുട്ടി പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ റിപ്പോർട്ടിലേക്ക് കടന്നപ്പോൾ എനിക്ക് കുറച്ച് ഒബ്സർവേഷൻസ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് പറയുന്ന പോലെ കൊമേഴ്സ് ഫീൽഡിൽ പോവാനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷെ ആളുടെ സോഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിയോട് ചോദിച്ചു, മോൾ എന്തുകൊണ്ടാണ് CMA എടുക്കാം എന്ന് പറഞ്ഞത്? കുറച്ചുകൂടി ബെറ്റർ മോളുടെ പേഴ്സണാലിറ്റിയും മോളുടെ ഇൻട്രസ്റ്റും ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ CA ആണല്ലോ. അപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, ഈ കുട്ടിയുടെ സിസ്റ്റർ ആണത്രേ ഈ കുട്ടിയോട് CMA എടുക്കാൻ പറഞ്ഞത്. കുട്ടിയുടെ ഉള്ളിൽ ഓൾറെഡി CA എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ കുട്ടിയുടെ സിസ്റ്റർ, ഈ കുട്ടിയുടെ എൽഡർ സിസ്റ്റർ CAക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് പറ്റാതെ പിന്നീട് CMA എടുത്ത് ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിസ്റ്ററിന്റെ ഉപദേശമാണ് ഈ കുട്ടിയെ ഇന്ന് CMA എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ദ പോയിന്റ് ദാറ്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഇസ് ദാറ്റ് ആളുകൾ പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ അവർ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് അഡ്വൈസ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, സിസ്റ്റർ കുറച്ചുകൂടി ആക്റ്റീവ് അല്ലേ, സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ നന്നായി ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആ കുട്ടിക്ക് CMA ആണ്, പക്ഷെ ഈ കുട്ടി കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് ആണ്. ഇവിടെ പേഴ്സണാലിറ്റി അനുസരിച്ച് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് CA ആണ്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ആ കുട്ടി കൺവിൻസ്ഡ് ആയി, ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോയി. അപ്പൊ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, പല ആളുകളും നമ്മൾക്ക് ഉപദേശം തരുന്ന സമയത്ത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അവർ തരിക. അവരുടെ എബിലിറ്റീസും പേഴ്സണാലിറ്റിയും നോക്കിയിട്ടാണ് ചിലപ്പോൾ അവർ നമ്മൾ ഉപദേശിക്കുക. അപ്പൊ അതൊരു ഇറ്റ്സ് എ ബ്ലൈൻഡ് കൈൻഡ് ഓഫ് അഡ്വൈസ്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലൈൻഡ് അഡ്വൈസുകൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും, വലിയ വേദനകൾ, വലിയ റിഗ്രറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും എബിലിറ്റിയും അനുസരിച്ചാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യേണ്ടത്.